പറ്റി പറയാനും ഇതിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുവാനും തീർച്ചയായിട്ടും നമുക്ക് കഴിയും. എനിക്ക് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സാറ് പറഞ്ഞു തന്ന കാര്യം വളരെ ഗൗരവത്തിൽ തന്നെ ഞാൻ എടുക്കുകയാണ്. നമ്മൾ പരിചയമുള്ളിടത്താണ് ആദ്യം പോകുന്നത്. നമ്മളൊരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വീടാകുമ്പോൾ പുറത്ത് നിന്ന് സംസാരിക്കത്തില്ല. കയറിയിരിക്കാനെന്ന് ആദ്യം പറയും. നമ്മൾ ഹാളിൽ കയറി ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ കുടുംബകാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ വന്ന കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഒഴിവാക്കത്തില്ല. ചെറിയ ഒരു കാര്യമാണ് 20,000 രൂപ അടവ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സംസാരിച്ച് അതിലൊരു ധാരണ എത്തി. അത് ഉറപ്പായി കഴിയുമ്പോൾ പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാനും കൂടി നമ്മൾ പറയുമ്പോൾ അതും അവർ കേൾക്കുമെന്ന് എനിക്കറിയാം. ആ ഒരു ബന്ധം കാരണം പല ആളുകളുമായും അവർ ഷെയർ ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് നമ്മൾ ഓരോ ആളുകളെയും കാണേണ്ടുന്ന ഒരവസ്ഥയിൽ നമ്മൾ എത്തും, നമ്മൾ ഓരോരുത്തരും. കാരണം ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. വയനാട് ഞാൻ പോയിട്ടില്ല. പോയി കാണുമ്പോൾ ഒന്നുകൂടെ എനിക്ക് ഉറപ്പായി. ഇവിടുത്തെ കാര്യങ്ങൾ വീഡിയോസുകളെല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഒന്നും കള്ളത്തരങ്ങളൊന്നുമില്ല. ആരോട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. ഇനി കാരണം ഇപ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഒരു വീട്ടിൽ ഒരു ആണാകട്ടെ പെണ്ണാകട്ടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ ആദ്യം എന്താണെന്ന് പോലും അന്വേഷിക്കാതെ വേണ്ട 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 എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ നമ്മൾക്ക് ആദ്യം നമ്മൾ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുമ്പം അറിയാൻ വയ്യാത്ത ഒരാളെടുത്തല്ല നമ്മൾ പോകേണ്ടത്. നമ്മൾ പരിചയമുള്ള ആളുകളെ നമ്മൾ സമീപിക്കണം. ഇന്ന വീട്ടിലെ ആളാണ്, ഇന്ന കുടുംബത്തെ ആളാണ്, അല്ലെ ഇന്ന വീട്ടിലെ പെണ്ണിനെ കെട്ടിയ ആളാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്കൊരു റെസ്പെക്റ്റ് ഉണ്ടാവും. പുറത്തേക്ക് സംസാരിക്കാതെ അകത്തിരിക്കുക എന്ന് പറഞ്ഞ് സംസാരിച്ച് കയറിയിരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ തീർച്ചയായിട്ടും 100-ൽ 101% ഉറപ്പാണ് ഇതിൽ നിന്ന് നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഷിഹാബ് ഉസ്താദ് ഫ്രം കായംകുളം. ഓക്കെ, യെസ്.